നമസ്കാരം. കുടുംബസ്വത്തായി പിണറായി വിജയൻ കരുതിയിരുന്ന കേരള ഹൗസ് കൈവിട്ടു പോയിക്കൊണ്ടിരിക്കുന്നു. ഇനി എന്ത് ചെയ്യുമെന്നറിയാതെ നട്ടം തിരിയുകയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ. കഴിഞ്ഞ ദിവസം ഡൽഹിയിൽ കേരളത്തിന്റെ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന കേരള ഹൗസിന് മുന്നിൽ മൂന്നാം മോദി സർക്കാരിനും കേന്ദ്രമന്ത്രിയായി തിരഞ്ഞെടുക്കപ്പെട്ട സുരേഷ് ഗോപിക്കും അഭിവാദ്യം അർപ്പിച്ചുകൊണ്ട് വമ്പൻ ഫ്ലെക്സ് ബോർഡുകൾ ഉയർന്നതോടെ അങ്ങനെ അതും പോയല്ലോ ദൈവമേ എന്നുള്ള ചിന്തയിലേക്ക് എത്തിയിരിക്കുകയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ. എന്തായാലും കേരള ഹൗസിന് മുന്നിൽ സുരേഷ് ഗോപിയുടെ ഫ്ലെക്സ് കണ്ട മനോവിഷമത്തിലാണ് കക്ഷി എന്നതാണ് സൂചന. ഡൽഹിയിൽ CPM പോളിറ്റ് ബ്യൂറോ യോഗത്തിനെത്തിയ മുഖ്യമന്ത്രി പിണറായി വിജയന് വളരെ സങ്കടപരമായിട്ടുള്ള ഒരു കാഴ്ചയാണ് കാണാൻ സാധിച്ചത്. അദ്ദേഹത്തിന്റെ ശ്രദ്ധയിൽ ഈ ഫ്ലെക്സും അഭിവാദ്യവും പ്രത്യക്ഷപ്പെട്ടതോടെ കേരള ഹൗസ് ജീവനക്കാരെ നിർത്തിപ്പൊരിച്ചു എന്നതാണ് വിവരം. കേരള സെക്രട്ടേറിയറ്റ് എംപ്ലോയി സംഘമാണ് ഈ ബോർഡ് അവിടെ സ്ഥാപിച്ചതെന്നാണ് വിവരം. ഇടത് സർവീസ് സംഘടനയുടെ കോട്ടയിൽ BJP അനുകൂല ഫ്ലെക്സ് വന്നത് എങ്ങനെയാണെന്ന അമ്പരപ്പിലായിരുന്നു കേരള ഹൗസിലെ ജീവനക്കാരും. ദേശീയതയ്ക്കൊപ്പം കേരളവും മൂന്നാം മോദി സർക്കാരിന് അഭിനന്ദനങ്ങൾ എന്ന സന്ദേശം കുറിച്ച സുരേഷ് ഗോപിയുടെയും നരേന്ദ്രമോദിയുടെയും ചിത്രങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുള്ള ഫ്ലെക്സ് ആയിരുന്നു അത് കേരള സെക്രട്ടേറിയറ്റ് എംപ്ലോയി സംഘ് സ്ഥാപിച്ചതാണെന്നാണ് വിവരം. BJPക്ക് കേരളത്തിൽ നിന്ന് ലോക്സഭയിലേക്ക് ആദ്യ അംഗം തിരഞ്ഞെടുക്കപ്പെട്ട ഒരു കാലഘട്ടമായതുകൊണ്ട് തന്നെയാണ് ഈ ഒരു ഫ്ലെക്സിന് പ്രാധാന്യമുള്ളതെന്നും പറയുന്നുണ്ട്. കേന്ദ്രം ഭരിക്കുന്ന പാർട്ടിക്ക് വേണ്ടി തൃശൂരിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെടുന്നത് സുരേഷ് ഗോപിയാണ്. BJPയുടെ തൃശൂർ വിജയം കേരള രാഷ്ട്രീയത്തിൽ ചൂടുള്ള ചർച്ചയായി മാറിക്കൊണ്ടിരിക്കുന്ന സാഹചര്യം. അതേ ചൂട് ഡൽഹിയിലെ മലയാളി കേന്ദ്രങ്ങളിലും ശക്തമായി പടരുന്നു എന്നാണ് റിപ്പോർട്ടുകൾ. CPM കോൺഗ്രസ് അനുഭാവികൾ ജീവനക്കാരായുള്ള കേരള ഹൗസിന് മുന്നിൽ എംപ്ലോയി സംഘിന്റെ ഫ്ലെക്സ് പ്രത്യക്ഷപ്പെട്ടത് ജീവനക്കാർ അറിയാതെയാകാൻ വഴിയില്ല എന്ന വിലയിരുത്തലുകളും പുറത്തു വരുന്നുണ്ട്. ഇതോടെ കേരളത്തിൽ ഇടത് കോട്ടകളിൽ വോട്ട് വിഹിതം വർദ്ധിപ്പിച്ച BJP ഏറ്റവും കൂടുതൽ വലിയ ചർച്ചാ വിഷയമാകുകയാണ്. ഡൽഹിയിലെ മലയാളി CPM ഉദ്യോഗസ്ഥ വൃന്ദങ്ങളിലും സ്വാധീനം ശക്തമാക്കിയിട്ടുണ്ടെന്നാണ് കരുതപ്പെടുന്നത്. ഡൽഹിയിൽ സംസ്ഥാനത്തിന്റെ ആസ്ഥാനമായത് കേരള ഹൗസ് ആണ്. ആ കേരള ഹൗസുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ ചർച്ച നടക്കുന്നത്. കേരളത്തിൽ നിന്നുള്ള സർക്കാർ പ്രതിനിധികൾക്ക് താമസിക്കുന്നതിനും കേന്ദ്ര സർക്കാരുമായി ഇടപെടലുകൾ ക്രോഡീകരിക്കുന്നതിനും കേരള ഹൗസിനെയാണ് സാധാരണഗതിയിൽ ആശ്രയിക്കുന്നത്. ഇത്രയും തന്ത്രപ്രധാനമായിട്ടുള്ള സ്ഥാപനത്തിൽ കേരളം ഭരിക്കുന്ന CPM അനുഭാവികളെയാണ് നിയമിച്ചിരിക്കുന്നത്. അങ്ങനെ ഒരു സ്ഥലത്ത് ഈ ഒരു പോസ്റ്റർ വന്നത് വലിയധികം ചർച്ചാ വിഷയമാകുന്ന സാഹചര്യമാണ്. എന്തായാലും ഇതിനു മുന്നിൽ തന്നെ ഇത്തരം ഒരു ഫ്ലെക്സ് വന്നത് മുഖ്യമന്ത്രി പിണറായി വിജയനെ ചൊടിപ്പിച്ചിരിക്കുന്നു എന്ന റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത്. അതായത് പാർട്ടിക്കുള്ളിൽ നിന്നും BJPയെ സപ്പോർട്ട് ചെയ്യാൻ ആളുകളുണ്ട് എന്നുള്ള തരത്തിലുള്ള കാര്യങ്ങളിലേക്കാണ് ചർച്ചാ വിഷയം എത്തുന്നത്.